നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിത. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഒത്തിരി പേർ അനുഭവിക്കുന്ന ഒരു ലൈംഗിക രോഗത്തെക്കുറിച്ചാണ്. സിഫിലിസ് എന്ന ലൈംഗിക രോഗം ട്രിപ്പോണിമ പാലിഡം എന്ന രോഗാണുവാണ് ഉണ്ടാക്കുന്നത്. സിഫിലിസ് ബാധിച്ച രോഗികളുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ലക്ഷണങ്ങളില്ലാതെയും ഈ രോഗം ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട്. ധാരാളം ആളുകളും മെഡിക്കൽ എടുക്കുന്നതിൻ്റെ ഭാഗമായി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ രോഗമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. VDRL TPHA എന്നീ 2 ടെസ്റ്റുകളിലൂടെയാണ് സിഫിലിസ് ഉണ്ടോ എന്ന് അറിയാൻ കഴിയുന്നത്. മെഡിക്കൽ എടുക്കുന്നതിൻ്റെ ഭാഗമായി VDRL TPHA ചെക്ക് ചെയ്യുന്നതാണ്. ആ സമയത്ത് ഇത് റിയാക്റ്റീവ് കാണിക്കുമ്പോഴാണ് ഈ ഒരു രോഗത്തെക്കുറിച്ച് തന്നെ പലരും അറിയുന്നത്, ഞങ്ങളുമായി കൺസൾട്ട് ചെയ്യുന്നത്. സിഫിലിസ് അഫക്റ്റഡ് ആയിട്ടുള്ള മറ്റു ചിലരിൽ ധാരാളം സിംറ്റംസ് കാണാറുണ്ട്. സ്കിൻ പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. പല മരുന്നുകളും അതിനുവേണ്ടി ചെയ്തിട്ടും പരിഹാരം കിട്ടാതെ വരുമ്പോഴാണ് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുകയും VDRL TPHA പോസിറ്റീവായി വരികയും അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി ഉണ്ടാകുന്നത് ജനനേന്ദ്രിയത്തിൽ ഉണ്ടാകുന്ന വ്രണങ്ങളാണ്. ഇതിന് വേദനയോ പ്രത്യേകിച്ച് രക്തം വരികയോ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. രണ്ടാം ഘട്ടത്തിൽ വായിലും ചുണ്ടിലും വ്രണങ്ങൾ വരാറുണ്ട്. ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ചുവപ്പ് നിറത്തിലുള്ള വ്രണങ്ങളും വരാറുണ്ട്. മൂന്നാം ഘട്ടത്തിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അസ്ഥികളിലും ആന്തരിക അവയവങ്ങളിലും ചെറുമുഴകൾ കണ്ടു തുടങ്ങാറുണ്ട്. രോഗം തുടങ്ങി 40 വർഷങ്ങൾക്ക് ശേഷമാണ് 4ാം ഘട്ടം ആരംഭിക്കുന്നത്. ഈ അവസരത്തിൽ രോഗം ഹൃദയത്തെയും രക്തക്കുഴലുകളെയും ബാധിച്ച് കാർഡിയോവാസ്കുലർ സിഫിലിസ് ഉണ്ടാകുന്നു. ന്യൂറോസിഫിലിസിന്റെ ഭാഗമായി ഭ്രാന്ത്, അപസ്മാരം, പക്ഷാഘാതം അങ്ങനെ നിരവധി രോഗങ്ങൾക്കിരയാകുന്നു. നവജാത ശിശുക്കളെയും സിഫിലിസ് ബാധിക്കാറുണ്ട്. അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിന് പകരുന്ന രോഗത്തിനെ കൺജനിറ്റൽ സിഫിലിസ് എന്ന് പറയുന്നു. മാതാവിന് രോഗമുള്ള ആളിൽ നിന്ന് ബാധിച്ചതാകാം. ഈ ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം വളരെയധികം കൂടുതലായി ഇതിനു വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്കായി ഓടുന്നവർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. വിദേശത്ത് ജോലിക്ക് പോകാനായി ശ്രമിക്കുന്നവർ മെഡിക്കൽ എടുക്കുമ്പോൾ ഇത് പോസിറ്റീവായി സിംറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ ശരീരത്തിൽ ഇതുമായി മുന്നോട്ട് പോകുന്നവർ ധാരാളമുണ്ട്. മെഡിക്കൽ അൺഫിറ്റ് ആകുന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറാതെ തുടരുന്നവരുമുണ്ട്. സിദ്ധ ആയുർവേദ ചികിത്സയിലൂടെ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ അവൈലബിൾ ആണ്. പാവു കഷായം, ഗുൽഗുലു പഞ്ചബല ചൂർണം, സൂര്യപ്രഭ രസായനം, സൂര്യമുത്തുപ്പാവ്, ഇമ്പാതി സിറപ്പ് തുടങ്ങി ധാരാളം മരുന്നുകൾ ഇതിനു വേണ്ടി അവൈലബിൾ ആണ്. ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ചിട്ടും സ്റ്റേജ് അനുസരിച്ചിട്ടുമാണ് ഇതിന്റെ കോമ്പിനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സിഫിലിസിനെ ഒരിക്കലും പേടിക്കേണ്ടതില്ല. തുടക്കത്തിലെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് വലിയ കാര്യമാണ്. മെഡിക്കലിലൂടെയാണ് മിക്കവരും കണ്ടെത്തുന്നതെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിംറ്റംസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. തുടക്കത്തിലെ ഇതിന് ചികിത്സ എടുക്കുകയാണെങ്കിൽ രോഗം മൂർച്ഛിക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. അസുഖം വന്നുപെട്ടവർക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കുക. കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാകുന്നതിലൂടെ ഈ അസുഖം കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു രോഗം നിങ്ങൾക്ക് പിടിപെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എത്രയും വേഗം ട്രീറ്റ്മെന്റ് എടുക്കാനായി ശ്രദ്ധിക്കുക. ഞങ്ങളുമായി ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും സംശയങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.